A rotor of an electric motor is uniformly accelerated to a speed of 1800 rpm from rest for 5 seconds, and then immediately power is switched off and the motor decelerates uniformly. The total elapsed time from start to stop is 12.5 seconds. Determine the number of revolutions made. A in acceleration, B in deceleration. Also find the value of deceleration. ക്വസ്റ്റ്യനിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മോട്ടർ ഫസ്റ്റുള്ള മോട്ടർ യൂണിഫോംലി ആക്സിലറേറ്റഡ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സ്പീഡ് യൂണിഫോംലി ആക്സിലറേറ്റഡ് സ്പീഡ് ഓഫ് 1800 rpm in 5 seconds. അപ്പോൾ 5 സെക്കൻഡ് കഴിഞ്ഞത് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മോട്ടറിന് സ്വിച്ച് ഓഫ് ചെയ്തു. ഓഫ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് അവസാനം ഇറ്റ് കം ടു എ റെസ്റ്റ്. അപ്പോൾ ടോട്ടൽ സ്റ്റാർട്ട് ചെയ്ത് ഓഫ് ചെയ്യാൻ വരെയുള്ള ടോട്ടൽ ടൈം എത്രയാണ്? 12.5 seconds തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആക്സിലേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം റെവല്യൂഷൻസ് മേക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡീസലേഷൻ ചെയ്യുമ്പോൾ എത്രത്തോളം റെവല്യൂഷൻ മേക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ വാല്യൂ ഓഫ് ഡീസലേഷൻ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്താ, ഈ നമുക്ക് ആക്സിലേഷൻ പാർട്ട് മാത്രം കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് മോട്ടർ സ്വിച്ച് ഓൺ ചെയ്തു 5 seconds എന്താ ഇറ്റ് റീച്ച് എ സ്പീഡ് ഓഫ് 1800 rpm. മോട്ടർ ഈസ് യൂണിഫോംലി ആക്സിലേറ്റഡ് ഫ്രം റെസ്റ്റ് ടു എ സ്പീഡ് ഓഫ് 1800 rpm. അപ്പോൾ എന്താണ് ഇനിഷ്യൽ സ്പീഡ് എന്തായിരിക്കും? ഇറ്റ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. സോ N0 വിൽ ബി 0. അപ്പോൾ ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി എന്തായിരിക്കും? ω0 വിൽ ബി 0 റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പോൾ ഫൈനൽ സ്പീഡ് എത്രയായിരിക്കും? ആഫ്റ്റർ 5 seconds ഇറ്റ് ഈസ് ഹാവിംഗ് എ സ്പീഡ് ഓഫ് 1800 rpm. സോ ഫൈനൽ ആംഗുലർ വെലോസിറ്റി എന്തായിരിക്കും? 2πn/60. 2π into 1800/60 വിൽ ഗെറ്റ് 60π റേഡിയൻസ് പെർ സെക്കൻഡ്. ദിസ് സ്പീഡ് ഇസ് അറ്റൈൻഡ് ഇൻ ടൈം t ഈസ് ഈക്വൽ ടു 5 seconds. 5 secondsലാണ് ഈ സ്പീഡ് അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും ആംഗുലർ ആക്സിലറേഷൻ ആൽഫ എന്തായിരിക്കും? കണ്ടുപിടിക്കാം. നമുക്ക് ω=ω0 പ്ലസ് ആൽഫ ടി. ആ എക്സ്പ്രഷൻ ദാറ്റ് ഈസ് ω=ω0 പ്ലസ് ആൽഫ ടി. അപ്പോൾ ആൽഫ വിൽ ബി ω മൈനസ് ω0/t. അപ്പോൾ എന്തായിരിക്കും? ω എത്രയാണ്? 60πയും ω00 5t. സോ വിൽ ഗെറ്റ് ആംഗുലർ ആക്സിലറേഷൻ ടു ബി 12π റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. ആംഗുലർ ആക്സിലറേഷൻ കിട്ടി, 12π റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. അപ്പം വൺസ് വി നോ ആംഗുലർ ആക്സിലറേഷൻ അറിയാമെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അപ്പോൾ ടി സെക്കൻഡ്സിൽ എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടേംസ് ഓഫ് റേഡിയൻസ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ω0t പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. ദാറ്റ് ഈസ് S ഈസ് U t പ്ലസ് ഹാഫ് ടി സ്ക്വയറിൻ്റെ എക്സ്പ്രഷൻ. ദാറ്റ് ഈസ് ω0 എത്ര? 0, t ഈസ് 5 seconds, ആൽഫ നമ്മൾ ഈ കണ്ടുപിടിച്ച വാല്യൂ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ ഗെറ്റ് എന്താണ്? 150π റേഡിയൻസ് കിട്ടി. അപ്പോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 150π റേഡിയൻസ് കിട്ടി. അപ്പോൾ ഒരു റെവല്യൂഷൻ പറഞ്ഞാൽ 2π റേഡിയൻസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് റെവല്യൂഷൻസ് എത്രയെന്ന് അറിയാൻ വേണമെങ്കിൽ ഈ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിനെ 2π കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദെർഫോർ നമ്പർ ഓഫ് റെവല്യൂഷൻ മെയ്ഡ് വൈൽ ആക്സിലറേറ്റിംഗ് ഇസ് 150π/2π. സോ വിൽ ഗെറ്റ് 75 റെവല്യൂഷൻസ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് എന്താ? വിൽ ബി കൺസിഡേർഡ് ഡീസലറേഷൻ. ദാറ്റ് ഈസ് മോട്ടർ ഡീസലേറ്റ്സ് യൂണിഫോംലി ഫ്രം എ സ്പീഡ് ഓഫ് 1800 rpm. അപ്പോൾ ടോട്ടൽ ടൈം എത്രയാണ് തന്നിട്ടുണ്ട്? 12.5 seconds തന്നിട്ടുണ്ട്. അതിൽ ആക്സിലേഷൻ്റെ ടൈം എത്രയാണ്? 5 seconds. അപ്പോൾ ഡീസലേഷൻ്റെ ടൈം എന്തായിരിക്കും? 12.5 - 5 ദാറ്റ് ഈസ് 7.5 seconds കിട്ടും. അപ്പം മോട്ടർ ഈസ് ഡീസലേറ്റിംഗ് ഫോർ എ ടൈം ഓഫ് 7.5 seconds. ആൾസോ ഇനിഷ്യൽ സ്പീഡ് എത്രയായിരിക്കും? 1800 rpm. ദാറ്റ് ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി ω0 ഈസ് 2π into 1800/60. സോ 60π റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പോൾ ഫൈനൽ സ്പീഡ് എന്തായിരിക്കും? ദാറ്റ് മോട്ടർ ഈസ് കമ്മിങ് ടു റെസ്റ്റ്. സോ ഇറ്റ് വിൽ ഫൈനൽ ആംഗുലർ വെലോസിറ്റി ഈസ് ω=0. ω=0 കിട്ടി. നോ നമ്മളെന്താ ആംഗുലർ ആക്സിലറേഷൻ എന്തായിരിക്കും? ഇതേ എക്സ്പ്രഷൻ ആൽഫ എന്തായിരിക്കും? ആൽഫ വിൽ ബി ω മൈനസ് ω0/t. ഇനിഷ്യൽ ഫൈനൽ ആംഗുലർ വെലോസിറ്റി ഈസ് 0, ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി 60π and time taken is 7.5. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് -8π റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ ഓർ -25.13 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. Since it is negative sign alone, it's deceleration. Therefore, angular deceleration is 25.13 radians per second square. Now, അടുത്ത ക്വസ്റ്റ്യനിൽ കണ്ടിട്ട് number of revolutions made during deceleration. അതിനുവേണ്ടി we will use the displacement expression. That is, theta is equal to ω0t plus half alpha t square. ω0 എത്രയാണ്? 60πയും ആൽഫ എന്താണ്? -25.13. അപ്പോൾ 60π into time is 7.5. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 225π റേഡിയൻസ് കിട്ടും. ക്ലിയർ അല്ലോ? നോ നമ്പർ ഓഫ് റെവല്യൂഷൻസ് മെയ്ഡ് ഡ്യൂറിംഗ് ഡീസലേഷൻ ഈസ് 225π/2π. സോ വിൽ ഗെറ്റ് 112.5 റെവല്യൂഷൻസ്.